Hi friends, welcome to It's Me Aju. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. പുതിയതെന്നല്ല, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. സോ എൻ്റെ പേര് ആജിൽ സണ്ണി എന്നാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി അയർലാൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോൾവേയിൽ മാസ്റ്റേഴ്സ് ചെയ്യുവാണ്. ബിസിനസ് അനാലിറ്റിക്സ് ആണ് എൻ്റെ ടോപ്പിക്ക്. എനിവേ, എൻ്റെ വീട് കൊച്ചിയിലാണ്. വീട്ടിൽ അപ്പ, അമ്മ, പിന്നെ അനിയത്തി. ഞങ്ങളുടെ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. സോ ഞാൻ ഈ വീഡിയോയിൽ ഐ വാസ് തിങ്കിങ് അബൌട്ട് ഞാൻ ആരാണെന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എന്ത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 2 year എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. കാരണം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 2 year IT-യിൽ വർക്ക് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് ഒരു ട്രെൻഡ് അനുസരിച്ച് എന്താ പറയുക, എല്ലാവരും അബ്രോഡ് പോകല്ലേ സ്റ്റഡീസിന്. ട്രെൻഡാണെങ്കിലും വൺ ഓഫ് മൈ എന്താ പറയുന്ന ഒരു വിഷയമായിരുന്നു എനിക്ക് സ്റ്റഡി അബ്രോഡ് എന്നുള്ളത്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പുറത്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ അതുകൂടെ പറയണമെന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് ലൈക്ക് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. ഐ മീൻ ക്യാമറയായിട്ട് ഞാൻ ഭയങ്കര ഓക്കെയാണ്, ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയൊക്കെ സപ്പോർട്ടും എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. നല്ല കാറ്റുണ്ട്, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് മാറിയെന്നുള്ളത്. അപ്പോൾ ഇനി എന്താ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ്. അപ്പോൾ എൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നത്. പിന്നെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ്. അപ്പം മിക്കവാറും കുക്കിംഗ് വ്ളോഗ്സ് ആയിരിക്കും കുറച്ച് കൂടുതലുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കുക്ക് ചെയ്ത ഫുഡ് വേറെ ആൾക്ക് ഷെയർ ചെയ്തിട്ട് അവർ നല്ലതെന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ പാടും. അപ്പം ഞാൻ കവറൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ചെറിയ നാണമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് എത്രത്തോളം പ്രതീക്ഷിക്കാമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നമ്മുടെ കയ്യിൽ അത്രയും എന്താ പറയുക ഫണ്ടൊന്നും ഇല്ലാത്തൊരു ടൈം ആയതുകൊണ്ട് ഇൻ ആൻഡ് അറൗണ്ട് ഗോൾവേ ഒക്കെ കാണിക്കാൻ ഞാൻ ശ്രമിക്കും. പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്കും ഇപ്പം ചെറുതായിട്ട് തുടങ്ങുന്നുള്ളൂ സമ്മർ. പക്ഷേ പോകെ നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സമ്മറാവും. അപ്പം എന്തായാലും ഞാനിങ്ങനെ 1-2 ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹൈക്കിങ്ങിനും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ, കാരണം നമ്മുടെ കയ്യിൽ ഫണ്ട് വരുന്നതനുസരിച്ചിരിക്കും. അപ്പം ട്രാവൽ വ്ളോഗ്സ് ഒബ്വിയസ്ലി അത് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ എൻ്റെ വ്ളോഗ്സിൻ്റെ അകത്ത് എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് മീ ആജു എന്നുള്ള പേരിട്ടതിൻ്റെ കാരണം എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ് എന്നെ ആജു എന്ന് വിളിക്കുന്നത്. ബാക്കി എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസും റിലേറ്റീവ്സൊക്കെ എന്നെ ആജു എന്നാണ് വിളിക്കുന്നത്. ചിലരെന്നെ ആജുക്കുട്ടി എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ആജു എന്നുള്ള പേര് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ട്സിനെ ആജു എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ആദ്യം എനിക്കത് ഇഷ്ടമായിരുന്നില്ല, കാരണം പണ്ട് മുതലേ ആജിൽ നിന്ന് കേട്ടിട്ട് പക്ഷെ പിന്നീട് എനിക്ക് അവർ പിന്നെ വഴക്കിടുമ്പോഴത്തേക്കും ആജു എന്നാക്കും, സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ആജു എന്നാക്കും. പക്ഷേ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴും അവിടെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആജു എന്നായി. അപ്പോൾ എനിക്ക് ആജു എന്ന് കേട്ടിട്ട് എന്നെ ആജു എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം എനിക്ക് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ പേര് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ 2-3 പേരുകൾ നോക്കി, പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി അതിലുണ്ടാവണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇറ്റ്സ് മീ ആജു എന്ന് പേരിട്ടത്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഐ വിൽ ബി ഓപ്പൺ ടു ഫീഡ്ബാക്ക്. അതായത് ഇത് കാണുന്നത് ഒരാളാണെങ്കിലും 10 പേരാണെങ്കിലും എത്ര ആണെങ്കിലും നിങ്ങൾ പറയുന്ന ഫീഡ്ബാക്കിനും കമൻസിനും ഒക്കെ റിപ്ലൈ തരാനും അതൊക്കെ നല്ല രീതിക്ക് എടുക്കാനും ഐ വിൽ ബി ഓപ്പൺ. ലൈക്ക് ഞാനത് നന്നായിട്ട് തന്നെ എടുക്കും. ബിക്കോസ് ഞാനിതിൽ പുതിയൊരാളാണ്, ഇത് ചെയ്ത് എനിക്ക് ശീലമില്ല. പിന്നെ എങ്ങനെയാണെങ്കിലും ലൈക്ക് ചിലപ്പം തെറ്റുകളുണ്ടാവും പറയുന്നത്. പിന്നെ എനിക്ക് സംസാരിക്കുമ്പോഴും ചെറിയ പ്രശ്നം വരാറുണ്ട്, കാരണം ഞാൻ സ്പീഡിൽ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ വാക്കുകളൊക്കെ ഇങ്ങനെ തെന്നിക്കളിച്ച് പോകും. അതിന് കുറച്ച് നാളായിട്ടുണ്ട്. ഇപ്പം മലയാളവും ഇല്ല ഇംഗ്ലീഷും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ എത്തിയിട്ട്. അപ്പോൾ എന്ത് ആണെങ്കിലും ഞാനത് നല്ല രീതിക്ക് എടുക്കാൻ ശ്രമിക്കും.
പറ്റുന്നത് പോലെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഞാനതിനൊക്കെ തിരിച്ച് റിപ്ലൈസ് തരാനും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുവാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹു ആം ഐ, വാട്ട് ക്യാൻ യു എക്സ്പെക്ട് ഫ്രം മീ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ഈ പേരെന്തുകൊണ്ട് ഇട്ടു, എല്ലാം ഞാൻ കവർ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ ഇറ്റ്സ് മീ അജു.